നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പേടിക്കണ്ട, അവന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. നന്നായി. അപ്പൊ റിമാൻഡ് ചെയ്യും. അവിടെ കിടക്കട്ടെ അവൻ. സന്തോഷമായല്ലോ അല്ലേ? ഇവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. എന്റെ ജീവിതമല്ലേ, എനിക്ക് പേടിയുണ്ടാവില്ലേ? അല്ലേ സിദ്ധുവേട്ടാ? അത് കറക്റ്റാ. രണ്ടുപേർക്കും താങ്ക്സ് ഉണ്ട്. പോടി, അവളുടെ ഒരു താങ്ക്സ്. ആ പിന്നെ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടില്ല, ഇനി കോടതി. അവിടെയും ജാമ്യം കിട്ടാതിരിക്കാനുള്ള വഴികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും അച്ഛൻ അനുഭവിച്ച പ്രയാസമാണ് പ്രയാസം. ഒരു വാക്ക് മിണ്ടാൻ പറ്റോ? എല്ലാം ഉള്ളിലടക്കണം. എന്തായാലും നമ്മൾ ജയിച്ചു. ആരാടി ഇവനെ ഇങ്ങോട്ട് കയറ്റിയത്? ഞങ്ങളെ ദ്രോഹിച്ച് മതിയായില്ലടാ നിനക്ക്. എന്റെ കുഞ്ഞുമോളുടെ കല്യാണം മുടക്കിയതും പോരാഞ്ഞിട്ടാണോ നീ അത് ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നത്? മുത്തശ്ശി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വലിയൊരു ക്രിമിനലാ മുത്തശ്ശി ആ ശരത്ത്. അതുകൊണ്ടാണ് പോലീസ് അവനെ പൊക്കിയത്. ഇപ്പൊ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. വൈകാതെ കോടതിയിൽ ഹാജരാക്കും. എനിക്കൊന്നും കേക്കണ്ട. നിന്റെ നിഴല് പോലും ഈ വീട്ടിൽ വീഴാൻ പാടില്ല. ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. ദേ, ഇനി ഒരിക്കലും നീ വീടിനെ പടി ചവിട്ടാൻ പാടില്ല. സിദ്ധു നിത്യയുടെ ജീവിതം രക്ഷിക്കാൻ മുത്തശ്ശി ചെയ്തത്. ഓ, അല്ലാതെ നശിപ്പിക്കല്ല. നമ്മൾ സിദ്ധുവിനോട് കാണിക്കേണ്ടത് കടപ്പാട് നന്ദിയോ, അല്ലാതെ ശപിക്കല്ല വേണ്ടത്. ദേ, നീ മിണ്ടരുത്. നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിടി. ദൈവം നിന്നെ ഒന്നും വെറുതെ വിടില്ല. എന്തോന്നാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇറങ്ങി പോകാൻ പറയടി ഇവനോട്.